ഹായ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഫേസ്ബുക്കിൽ ലീഡ് ജനറേഷൻ ആഡുകളാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ലീഡ് ജനറേഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് അവർ ഓരോ പ്രാവശ്യം അത് എടുത്ത് നോക്കണം. ലീഡ് വന്നിട്ടുണ്ടോ? എന്നിട്ട് അത് ഗൂഗിൾ ഷീറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അവർക്ക് മെസ്സേജ് അയക്കണം. ഇത് മാനുവലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്ത ടൂളാണ് പാബ്ലി കണക്റ്റ് എന്നുള്ളത്. ഫാബ്ലി കണക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരു അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫാബ്ലി കണക്റ്റ് എന്ന് പറയുന്നത്. ഫാബ്ലി കണക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഫ്ലോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ഫ്ലോ. ഇവിടെ നിങ്ങൾക്ക് കാണാം. എനിക്ക് ഫസ്റ്റ് ഒരു ലീഡ് ഫേസ്ബുക്ക് ലീഡ് വന്നു കഴിഞ്ഞാൽ അത് നേരെ ഈ ട്രിഗറിൽ അത് ക്യാപ്ചർ ആവും. ഓരോ ലീഡ് വരുന്ന സമയത്തും ലീഡ് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് നേരെ ഗൂഗിൾ ഷീറ്റിലേക്ക് അപ്ഡേറ്റ് ആവും. ഓരോ റോ ആയിട്ട് അപ്ഡേറ്റ് ആവും. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ആ ഒരു വന്ന കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആ വന്ന ലീഡിന് പേരും അവരുടെ നമ്പറും എടുത്തിട്ട് അതെൻ്റെ വാട്ടിയിലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. വാട്ടി എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ ഒരു ഓട്ടോമേഷൻ ടൂളാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് മെസ്സേജസ് അയക്കാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരു സർവീസ് എന്ന് അയച്ചു. അപ്പോൾ നിങ്ങളുടെ സർവീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് പോകും. ഇപ്പോൾ ആരെങ്കിലും ജിപേ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ചു. അപ്പം നിങ്ങളുടെ ജിപേ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പോകും. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പോകും. അങ്ങനെ നമുക്ക് ഓരോ കീവേഡ്സ് വൈസായിട്ടും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടീൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന മെസ്സേജ് പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന മെസ്സേജ് പോകണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടാവും വിത്ത് ബട്ടൺസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത്. ബട്ടൺസ് ഉൾപ്പെടെ ഇൻട്രസ്റ്റ്, നോട്ട് ഇൻട്രസ്റ്റ്, അല്ലെ യെസ് നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബട്ടൺസ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില മെസ്സേജിൻ്റെ താഴെ കോൾ ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവർക്ക് കോള് പോകും. അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വെബ്സൈറ്റ് പോകും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വാട്ടിയിലേക്ക് ഇവരെ കോൺടാക്ട്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഗൂഗിൾ കോൺടാക്ട്സിലേക്കും ഈ കോൺടാക്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫോണിലും അവരെ കോൺടാക്ട്സ് അതേപോലെ കിട്ടും. അപ്പോൾ എനിക്ക് അവരെ കോൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. അതിനുശേഷം ഞാൻ അവർക്ക് ചെയ്യുന്നത് ഒരു വാട്ടിയിലൊരു ടെംപ്ലേറ്റ് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വെൽക്കം ടെംപ്ലേറ്റ് ആയിരിക്കും. അതിൻ്റെ താഴെ അവർക്ക് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ രണ്ട് ബട്ടൺ വെച്ചിട്ട് ഒരു ടെംപ്ലേറ്റ് അയക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്കൊരു ജിമെയിലും കൂടി പോകും. താങ്ക് യു ഫോർ കോൺടാക്റ്റിംഗ് അസ് എന്നുള്ള രീതിയിലൊരു ജിമെയിൽ കൂടി പോകും. ഇത്രയുമാണ് ഞാൻ എൻ്റെ ഒരു ഫ്ലോയിൽ ഒരു ലീഡ് ജനറേഷൻ ഫ്ലോയിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെത് ചെയ്യാം. റേസോർ പേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാമോച്ച് പോലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസ് കണക്ട് ചെയ്യാം. നിങ്ങളെ ഗൂഗിൾ ഫോംസ് കണക്ട് ചെയ്യാം, നിങ്ങളെ വെബ്സൈറ്റിലുള്ള ഫോംസിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലീഡിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. കാരണം ഞാൻ നോർമൽ കേസിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു ലീഡ് വന്നാൽ അത് ഡൗൺലോഡ് ചെയ്യണം, അത് ഗൂഗിൾ ഷീറ്റിലേക്ക് എക്സലിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. ആ പണി ഇവിടെ ഓട്ടോമാറ്റിക് നടക്കുന്നു. അതിനുശേഷം ഞാൻ അവരെ കോൺടാക്ട്സ് വാട്സപ്പിലേക്ക് സേവ് ചെയ്യണം, അതിവിടെ ഓട്ടോമാറ്റിക് നടക്കുന്നു. അടുത്തത് ഞാൻ അവരെ നമ്പർ എൻ്റെ ഫോണിൽ ഞാൻ മാനുവലി സേവ് ചെയ്യണം, അതിവിടെ ഓട്ടോമാറ്റിക് നടക്കുന്നുണ്ട്. വാട്സപ്പിൽ ഞാൻ അവർക്ക് ഒരു മെസ്സേജ് അയക്കണം, അതിവിടെ ഓട്ടോമാറ്റിക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് ഒരു മെയിൽ അയക്കണം, അതും ഇവിടെ ഓട്ടോമാറ്റിക് നടക്കുന്നുണ്ട്. ഈ ടെംപ്ലേറ്റ് പോകുന്നതും ഇമെയിൽ പോകുന്നതും വിത്ത് അവരെ നെയിം ഉൾപ്പെടെ ആയിരിക്കും. ആരാണോ ആ ലീഡ് സബ്മിറ്റ് ചെയ്യുന്നത് അവരെ നെയിം വെച്ചിട്ട് പേഴ്സണലൈസ്ഡ് മെയിൽ തന്നെയായിരിക്കും പോവുക, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ടെംപ്ലേറ്റ് ആയിരിക്കും പോവുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുന്നതോടെ എനിക്ക് എൻ്റെ ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഇത്രയും പ്രൊസീജിയേഴ്സ് ഞാൻ മാനുവലി ചെയ്യുന്ന ഈ പ്രൊസീജിയേഴ്സ് ഒന്നും തന്നെ ഞാൻ പിന്നീട് മാനുവലി ചെയ്യേണ്ടി വരാറില്ല. അത് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കും. ശരിക്കും ഓട്ടോമേഷനെ കുറിച്ച് പറയുന്നൊരു കാര്യം അത് തന്നെ, സെറ്റ് ആൻഡ് ഫോർഗെറ്റ്. വൺസ് നിങ്ങളത് സെറ്റ് ചെയ്ത് വെക്കുക, അതിനുശേഷം മറന്നേക്കുക. കാരണം അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. അത് ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊസീജിയറായിട്ട് അതോട്ട് ഇങ്ങനെ 24/7 നമ്മളൊരു സ്റ്റാഫ് പോലെ 24/7 അത് അവിടുന്ന് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും ഓട്ടോമേഷൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പം നിങ്ങൾക്കും ഇത്തരം ഓട്ടോമേഷൻസ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ ഫാബ്രി ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾ ഓരോന്ന് സെറ്റ് ചെയ്യുന്ന സമയത്തും ഇവിടെ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഫാബ്ലിൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഒത്തിരി ഇൻ്റഗ്രേഷൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇത്തരം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ എന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.